നമുക്കൊപ്പം അലി അക്ബർ ഷായി ഉണ്ട്, കോടതിയുടെ മുന്നിൽ അലിയുണ്ട്. അലി, വെരി ഗുഡ് മോർണിംഗ്. അലി, കഴിഞ്ഞ തിങ്കളാഴ്ച വലിയ സസ്പെൻസ് ആയിരുന്നു, 8-ാം തീയതി. ഇന്നിപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്തയനുസരിച്ച് ഈ പരമാവധി ശിക്ഷ ഈ 6 പ്രതികൾക്കും കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിലേറെ നമ്മൾ കാത്തിരിക്കുന്നത് ദിലീപിൻ്റെ നീക്കം എന്തായിരിക്കും എന്നുള്ളതാണ്. കോടതിയുടെ ഈ വിധിപ്പകർപ്പ് കിട്ടിയാൽ മാത്രമാണ് പ്രോസിക്യൂഷനും അപ്പീൽ പോകുന്നത്. ദിലീപും തുടർ നീക്കം നടത്താൻ സാധ്യതയുള്ളത്. മലീഷ്യസ് പ്രോസിക്യൂഷന് വലിയ രീതിയിൽ കേസ് എടുക്കാനുള്ള ഒരു വകുപ്പ് ഈ വിധിയിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ദിലീപിനെതിരെ ഗൂഢാലോചന നടത്തി എന്ന ദിലീപിന്റെ ആരോപണം നിലനിൽക്കുമോ, അതടക്കം നമ്മൾ ഈ വിധിപ്പകർപ്പിൽ കാണുന്നുണ്ട്. അപ്പോൾ പതിവ് പോലെ കോടതി വളപ്പിൽ വലിയ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടാവില്ലേ? അഭിഭാഷകർക്കും മാധ്യമപ്രവർത്തകർക്കും പ്രതികൾക്കും മാത്രമായിരിക്കില്ലേ ഇന്ന് കോടതിയിൽ പ്രവേശനം? അലി, അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം രാജ്യം ഉറ്റുനോക്കിയ ഒരു കേസ്, അതിൽ 8.25 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ ഇന്നിപ്പോൾ ശിക്ഷാവിധി വരുമ്പോൾ സ്വാഭാവികമായും വളരെ നിർണായകമാണ് ഇന്നത്തെ ദിവസം. അതായത് പ്രോസിക്യൂഷനും അതുപോലെ തന്നെ ദിലീപിനും ഇന്നത്തെ ദിവസം വളരെ നിർണായകമാണ്. ദിലീപ് ഈ കോടതി വളപ്പിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ ആദ്യം മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണം അത് നമ്മൾ കണ്ടതാണ്. മഞ്ജു വാര്യർക്കെതിരെ നേരത്തെ പഠിച്ചു വെച്ചതുപോലൊരു പ്രതികരണമായിരുന്നു അത്. അതായത് മഞ്ജു ഈ വിഷയത്തിൽ ഒരു ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത് മുതലാണ് തനിക്കെതിരായ നീക്കങ്ങൾ ആരംഭിച്ചത്. അതുകൊണ്ട് തനിക്കെതിരായാണ് ഗൂഢാലോചന നടന്നത്, താനാണ് ഇതിൽ ഇരയാക്കപ്പെട്ടത്, അതുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കുമെന്നതാണ് ദിലീപ് പറഞ്ഞു വെച്ചത്. ഇന്നിപ്പോൾ വിധിപ്പകർപ്പ് പൂർണ്ണമായും പുറത്തു വരുന്നതിനൊപ്പം പ്രോസിക്യൂഷൻ അപ്പീലിന് പോകുമ്പോൾ അതേസമയം ദിലീപും നിയമ നടപടി ആരംഭിക്കും എന്നതാണ് ദിലീപ് പറഞ്ഞു വെച്ചത്. ഇന്നത്തെ ദിവസം വളരെ നിർണായകമാണ്. രാവിലെ 11 മണിയോടുകൂടി കോടതിയിൽ നടപടിക്രമങ്ങൾ ആരംഭിക്കും. ആദ്യഘട്ടത്തിൽ പ്രതികൾക്ക് പറയാനുള്ളത് കേൾക്കും. ഈ പറഞ്ഞതുപോലെ പ്രതികൾ മുന്നോട്ട് വെക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം 5 മുതൽ 7.5 വർഷം വരെ ഇതിനോടകം തന്നെ തടവ് സുനി ഉൾപ്പെടെയുള്ള പ്രതികൾ അനുഭവിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് ശിക്ഷയിൽ ഇളവ് നൽകണമെന്നാണ്. അതുപോലെ തന്നെ 1-ാം പ്രതി ചെയ്ത കുറ്റമല്ല മറ്റു പ്രതികൾ ചെയ്തത്. സുനിക്ക് സഹായം എത്തിക്കുക ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളാണ് മറ്റു പ്രതികൾ ചെയ്തത്. അതുകൊണ്ട് 1-ാം പ്രതിക്ക് ലഭിക്കുന്ന അതേ ശിക്ഷ തന്നെ മറ്റു പ്രതികൾക്ക് നൽകരുത് എന്നതാണ് ഏറ്റവും പ്രധാനമായും പ്രതികളുടെ അഭിഭാഷകർ മുന്നോട്ട് വെക്കാൻ പോകുന്ന മറ്റൊരു വാദം. അതേസമയം ഇത്രയും ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഈ 6 പ്രതികൾക്കും മേൽ തെളിഞ്ഞ സാഹചര്യത്തിൽ പരമാവധി ശിക്ഷയെന്നോണം ജീവപര്യന്തം തന്നെ നൽകണമെന്ന് പ്രോസിക്യൂഷനും വാദിക്കും. എന്തായാലും ഇന്നത്തെ ദിവസം അതുകൊണ്ട് തന്നെ വളരെ നിർണായകമാണ്. എന്തായാലും വിയ്യൂർ ജയിലിൽ നിന്നും അല്പസമയത്തിനുള്ളിൽ രാവിലെ തന്നെ പ്രതികളെ ഈ പറഞ്ഞതുപോലെ കോടതി വളപ്പിലേക്ക് എത്തിക്കും. രാജ്യം ഉറ്റുനോക്കിയ കേസായതുകൊണ്ട് തന്നെ, ഇത്രയും സെൻസേഷണലായ ഒരു കേസായതുകൊണ്ട് തന്നെ വളരെ സുരക്ഷയിലായിരിക്കും പ്രതികളെ എത്തിക്കുക. കോടതി വളപ്പിലും അതീവ സുരക്ഷയോടെ തന്നെയായിരിക്കും നടപടിക്രമങ്ങൾ ആരംഭിക്കുക. ഇന്നിപ്പോൾ വിധിപ്പകർപ്പ് പൂർണ്ണമായ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ എന്ത് കാരണത്താൽ ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടു, ഏതെല്ലാം ഇടങ്ങളിലാണ് പ്രോസിക്യൂഷന് പിഴവ് സംഭവിച്ചത്, എന്തെല്ലാം പാളിച്ചകളാണ് സംഭവിച്ചത് എന്നതുൾപ്പെടെയുള്ള പൂർണ്ണമായ വിശദാംശങ്ങൾ പുറത്തു വരും. ആ ഘട്ടത്തിൽ സ്വാഭാവികമായും റോഷിപാൽ പറഞ്ഞതുപോലെ ആ വിധിപ്പകർപ്പിന്റെ പൂർണ്ണരൂപം കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിൽ നിയമവിദഗ്ധരുണ്ട്, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ വിഷയങ്ങളിൽ ഇടപെടുന്ന മനുഷ്യരുണ്ട്. അവരുടെ എല്ലാം പ്രതികരണങ്ങൾ സ്വാഭാവികമായും ഇന്ന് ഉച്ചയോടുകൂടി പുറത്തു വരുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ 8.25 വർഷം നീണ്ട അതിജീവിതയുടെ പോരാട്ടത്തിൽ ഈ വിധിയിൽ അവർക്ക് നീതി ലഭിച്ചില്ലെന്ന് അവർ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്ന സാഹചര്യത്തിൽ ഇന്നത്തെ വിധിപ്പകർപ്പിലെ പൂർണ്ണ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമുണ്ടാകും. വിധിപ്പകർപ്പ് പുറത്തു വന്നതിന് ശേഷം ദിലീപ് ഉൾപ്പെടെയുള്ള 8-ാം പ്രതി ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികളെ കുറ്റവിമുക്തരാക്കിയതിനെതിരെ പ്രോസിക്യൂഷൻ അപ്പീലിന് പോകും. അതേസമയം ദിലീപ് മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആരോപണം തനിക്കെതിരായാണ് ഗൂഢാലോചന നടന്നത്, തന്നെയാണ് കുടുക്കിയത്, താനാണ് ഇര എന്നുള്ള ദിലീപിന്റെ വാദം. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ദിലീപും എന്തായാലും നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. കാത്തിരിക്കാം. എന്തായാലും ഉച്ചയോടുകൂടി പൂർണ്ണമായി ഈ കഴിഞ്ഞ വർഷക്കാലത്തിനിടയ്ക്ക് അന്വേഷണത്തിന്റെ വിശദാംശങ്ങളിൽ ഉണ്ടായ ഓരോ വിവരങ്ങൾ, ഓരോ പോയിന്റുകൾ വെച്ച് അത് പുറത്തു വരും. അരുൺ, ഓക്കെ.